പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് കയറ്റാം ഫ്രണ്ട്സ്. ഓ വലിയ പൂവാലി ഫ്രണ്ട്സ്, വലുതെന്ന് പറഞ്ഞ വലുത്, വളരെ വലിപ്പമുള്ള പൂവാലി കേട്ടോ. ഓ എന്തുട്ട വലിപ്പം, ഇതേപോലത്തെ അടിപൊളി പിടിച്ച് കയറ്റാട്ടാ ഈ സമയത്ത്. സൂപ്പർ തീറ്റയാണ് നമ്മുടെ, സൂപ്പർ തീറ്റ നോക്കിയാണ്ടാ. ഇതേപോലത്തെ പൂവാലികൾ, നല്ല പെട്ടയ്ക്കണ പൂവാലികളെ പിടിച്ച് കയറ്റാട്ടാ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് പോൾ റോഡ് വെച്ച് ചൂണ്ടണം കേട്ടോ മെയിനായിട്ട്. അതായത് ചെറിയ പോൾ റോഡ് വെച്ച് വളരെ ചെറിയ ഹുക്ക് ഇട്ടിട്ട് അപ്പോൾ ഇതിനൊരു അടിപൊളി തീറ്റ ഉണ്ടാക്കിയെടുക്കാം. അതായത് ചെറുവക മീനുകൾ, മുണ്ടത്തി, കരിപ്പിടി, കടു, അങ്ങനെ എല്ലാ മീനും പെടും. അപ്പോൾ ഈ സമയത്ത് കണ്ട വെള്ളമൊക്കെ നന്നായി ഇറങ്ങിപ്പോയി. ഈ സമയത്ത് പോൾ റോഡ് വെച്ച് ചൂണ്ടി കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ കിട്ടും, പരലുകളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊരു നല്ല തീറ്റ, അതായത് ഒറ്റ ഐറ്റം വെച്ചിട്ട് ഒരു അടിപൊളി തീറ്റ ഉണ്ടാക്കിയെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഓൾറെഡി വെച്ച് ചൂണ്ടാൻ ഉപയോഗിക്കുന്ന തീറ്റ ബ്രെഡ് നോക്കിയാൽ, ബ്രെഡിൻ്റെ നോക്കിയാൽ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും നമുക്ക്, നമ്മൾ വളരെ ചെറിയ ഹുക്ക് ഇടാൻ നമ്മൾ ചൂണ്ടത്. ഇപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വരുന്നത് കേട്ടോ. ഈ വെള്ളം കുറച്ച് തെളിച്ച് കൊടുക്കുക, ഒരുപാടാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി തീറ്റ കേട്ടത്. വെള്ളം തീയാവരുത്, ഹുക്കുമെന്ന് ഊരിപ്പോൾ ടൈറ്റായി നിൽക്കണം തീറ്റ കണ്ട. ഇത്രയുള്ള പരിപാടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തീറ്റ കേട്ടോ. വെറും ഒരു ബ്രെഡിൻ്റെ പകുതി പോലും മതി നമുക്ക് ഒരുപാട് മീൻ പിടിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചൂണ്ടാൻ ഉപയോഗിക്കണ ഹുക്ക് ഒന്ന് കേട്ടോ, ഏറ്റവും ചെറിയ ഹുക്ക്. അപ്പോൾ തീരെ നോക്കിയാൽ ഇതിങ്ങനെ ഒരു ചെറിയൊരു ഇത് എടുത്തത് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ട് ഹുക്കിൻ്റെ തുമ്പത്തായിട്ട് വെച്ച് കൊടുക്കുക കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ചൂണ്ടാൽ ഇതാണ് കേട്ടോ, പോൾ റോഡ് വെച്ചിട്ട്. ഇതാണ് നമ്മുടെ മെയിൻ. പിന്നെ സ്റ്റിക്കുമ്പോൾ മീൻ കിട്ടുന്ന സമയത്ത് സ്റ്റിക്കുമ്പോൾ ചൂണ്ടിടുന്നുള്ളൂ കടാ, ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടോ ഫ്രണ്ട്സ് ഈ സമയത്ത് ഇങ്ങനെയുള്ള തീറ്റ വെച്ച് ചൂണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പരലുകളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. പെട്ട് ഫ്രണ്ട്സ്, പെട്ട് കേട്ടോ. ഒരുപാട് പരലുകളെ പിടിച്ച് കയറ്റാടാ. ഇടുമ്പത്തിനും കിട്ടും മീൻ. എന്നാൽ ബ്രെഡാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തീറ്റ ഉണ്ടാക്കാനൊന്നും, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കും ചെയ്യാം. പെട്ടെന്ന് പിടിച്ച് കയറ്റാം ഫ്രണ്ട്സ്. ഓ വലിയ പൂവാലി ഫ്രണ്ട്സ്, വലുതെന്ന് പറഞ്ഞ വലുത്, വളരെ വലിപ്പമുള്ള പൂവാലി കേട്ടോ. ഓ എന്തുട്ട വലിപ്പം, ഇതേപോലത്തെ അടിപൊളി പിടിച്ച് കയറ്റാട്ടാ ഈ സമയത്ത്. സൂപ്പർ തീറ്റയാണ് നമ്മുടെ, സൂപ്പർ തീറ്റ നോക്കിയാണ്ടാ. ഇതേപോലത്തെ പൂവാലികൾ, നല്ല പെട്ടയ്ക്കണ പൂവാലികളെ പിടിച്ച് കയറ്റാടാ. അടിപൊളി സാധനം, അടിപൊളി വരല്, അടിപൊളി വരല് ഫ്രണ്ട്സ്. നമ്മൾ പോൾ റോഡിലാണ് ചൂണ്ടിടുന്നതെങ്കിലും നമ്മൾ സ്റ്റിക്കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേടാ. സ്റ്റിക്കോട്ട് അടിച്ച് വെച്ച് തീറ്റിട്ട് വെച്ചിട്ടുണ്ട് കേടാ. സൂപ്പർ പരലുകളാട്ടോ, ഒരേപോലത്തെ കിട്ടുന്നത്. വലുത് ഫ്രണ്ട്സ്, വലിയ പൂവാലി, വലുത് നല്ല വലിപ്പമുള്ള പൂവാലിയാ. വലുത് വലിയ പരല, ഡിപ്പരൽ.
പൂവാലികളെ ഫ്രണ്ട്സ്, അടിപൊളി പൂവാലികളെ കമ്പിട്ട് കിട്ടണത്. ഒരേ വലിപ്പമുള്ള പൂവാലികൾ, ഇഷ്ടംപോലെ പൂവാലി. കുറച്ച് വലിപ്പമുള്ള ഫ്രണ്ട്സ്, എൻ്റെ പൊന്നു ഭയങ്കര വലിപ്പം. ഓൻ്റെ വലിപ്പം ഭയങ്കര പൂവാലിയുടെ. അയ്യോ നല്ല വലിപ്പമുണ്ട്. കിഡലൻ പൂവാലി. നല്ല വലിപ്പമുണ്ടടാ. അടിപ്പരൽ സൂപ്പർ അടിപ്പരൽ. അടിപ്പരൽ തന്നെ. ചൂണ്ടൽ വളച്ചു പോളോട് വളച്ചോൻ. നല്ല വലിപ്പുണ്ടടാ. പോളോടെ വളച്ചു. പോളോട് വളയ്ക്കണം. അയ്യ, വളരെ ചെറിയൊരു കരിപ്പിടി കൂട്ടി, വളരെ ചെറുത്. അയ്യ, വളരെ ചെറുതാട്ടാ. നമ്മൾ ഊരി അതിന് അങ്ങടങ്ങ് വിടാണ്. പോട്ടെ. വലുത്. ഓ, നല്ല വലിപ്പമുള്ള പൂവാലികളാണ് ഫ്രണ്ട്സ്. എന്നിട്ട് പറയാം, ഭയങ്കര വലിപ്പമുള്ള പൂവാലികൾ. എത്രാമത്തെ അറിയോ? ഓ, എന്ത് വലിപ്പം നോക്കിയാൽ. പൂവാലി, പെട്ട പൂവാലികൾ കിട്ടൂട്ടോ. നല്ല വലിപ്പ. ചൂണ്ടലൊക്കെ വള്ളക്ക. വേടാ അടിപ്പരല. ചൂണ്ട നിലത്ത് ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സ്. ഓമ്മേ, നല്ല വലിപ്പളേ വരലുകൾ വന്ന് പെടണതേ. ചൂണ്ട നിലത്ത് ചൂണ്ട വലിച്ചുകൊണ്ട് പോകും.
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കിട്ടിയത് പരലുകൾ കേട്ടോ. നല്ല അടിപൊളി പൂവാലിപ്പരലുകൾ, നല്ല വലിപ്പമുള്ളതാണ് നോക്കിയാൽ. അപ്പോൾ ഇത്രയും മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ തീറ്റ ഇത്ര ബാക്കിയുണ്ട് കേട്ടോ. കണ്ടേ, ഒരല്പം ബ്രെഡ് ഉണ്ടായാൽ മതി, ഒരുപാട് മീനെ പിടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ പരലിനെ പിടിക്കാൻ അടിപൊളി തീറ്റ കേട്ടോ ബ്രെഡ്. ഒരുപാട് മീൻ കിട്ടും, പിന്നെ തീറ്റ ഉണ്ടാക്കാനും സുഖം. ബ്രെഡ് ആണെങ്കിൽ കുറച്ചേ വേണ്ടോ. ഒന്ന് ഉണ്ടാക്കി ചുണ്ടി നോക്ക്. കുറേ പേർക്കൊക്കെ അറിയാം, അറിയാത്തവരൊന്നും ഉണ്ടാക്കി ചുണ്ടാക്കി നോക്ക്. നല്ല കേട്ടോ, വളരെ നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.